My dear students, today in biology class we can study about the changes that take place in the body during emergency situations. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം. There may be instances in our life when we feel sudden fear or sadness. Can you say some examples of such experiences? നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഭയമോ സങ്കടമോ അനുഭവപ്പെടുന്ന ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത്തരം സന്ദർഭങ്ങളുടെ ഉദാഹരണങ്ങൾ പറയാനാവുമോ? Seeing a snake suddenly, seeing an accident, the death of our close relatives. പെട്ടെന്ന് പാമ്പിനെ കണ്ടത്, പെട്ടെന്ന് ഒരു അപകടം നമ്മുടെ കൺമുൻപിൽ നടന്നത്, നമ്മുടെ അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും അവരുടെ പെട്ടെന്നുള്ള മരണം. These are the examples of such emergency situations. ഇതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങൾ. What are the changes that takes place in the body during such emergency situations? ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? Our heartbeat increases. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. The production of saliva decreases. ഉമിനീർ ഉൽപാദനം കുറയുന്നു. Our rate of breathing increases. ശ്വാസോച്ഛ്വാസ നിരക്ക് കൂടുന്നു. And our body shivers. നമ്മുടെ ശരീരം വിറയ്ക്കുന്നു. Should these changes return to normal state? Yes, after some time these changes return to normal state. ഈ മാറ്റങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തുന്നുണ്ടോ? കുറച്ച് സമയം കഴിയുമ്പോൾ ഈ മാറ്റങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തുന്നു. The increased heartbeat changes to the normal state. The increased breathing rate also decreases. Our body regains its normal state and the production of saliva again starts. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. ശ്വാസോച്ഛ്വാസ നിരക്ക് കുറയുന്നു. ശരീരം വിറയൽ മാറി സാധാരണ നിലയിലാകുന്നു. ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. The activities that takes place beyond the conscious level are controlled by the autonomous nervous system, which is a part of peripheral nervous system. We have already studied that the nervous system consists of two parts, namely central nervous system and peripheral nervous system. The activities that takes place beyond the conscious level are controlled by the autonomous nervous system, which is part of peripheral nervous system. നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടെന്ന് നാം മുൻപ് പഠിച്ചിട്ടുണ്ട്. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന
പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. The autonomous nervous system has two parts, the sympathetic system and the parasympathetic system. സ്വതന്ത്ര നാഡീവ്യവസ്ഥയ്ക്ക് രണ്ട് വിഭാഗങ്ങളുണ്ട്. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. The sympathetic system and the parasympathetic system together form the autonomous nervous system. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. Name the nervous system which helps to control the activities takes place beyond the conscious level. Answer: autonomous nervous system. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന നാഡീ വ്യവസ്ഥ ഏതാണ്? സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. The actions of sympathetic and parasympathetic system helps to control the body changes during emergency situations. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്ന് പ്രവർത്തിച്ച് ആ സാഹചര്യം തരണം ചെയ്യാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു. Now we can study what are the changes that happen to the organ or part of the body in the emergency situation. ഒരു അടിയന്തര സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. We can take an example. Seeing a snake suddenly. What are the changes happen to our body? ഇതിനായി ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. പെട്ടെന്ന് ഒരു പാമ്പിനെ കാണുന്നു. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും? All of you look at the illustration 1.10 of your textbook, page number 18. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 18ാമത്തെ പേജിൽ തന്നിട്ടുള്ള ചിത്രീകരണം 1.10 നിരീക്ഷിക്കുക. The pupil in the eye dilates. കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. What is pupil? Pupil is seen in our eye which controls the intensity of light. എന്താണ് പ്യൂപ്പിൾ? കണ്ണിലെ ഒരു ഭാഗമാണ് പ്യൂപ്പിൾ. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നു. Light falls in the eye are controlled by adjusting the size of the pupil. കണ്ണിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നു. So during emergency situation, the pupil in the eye dilates. അടിയന്തര ഘട്ടത്തിൽ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. What happens to the saliva production? The production of saliva decreases. ഉമിനീർ ഉൽപാദനത്തിന് എന്താണ് സംഭവിക്കുന്നത്? പേടിച്ചരണ്ട സന്ദർഭങ്ങളിൽ ഉമിനീർ ഉൽപാദനം കുറയുന്നു. What about our breathing? The trachea expands. നമ്മുടെ
ശ്വാസനാളം വികസിക്കുന്നു. സോ വി ബ്രീത്ത് ഫാസ്റ്റ്ലി. നമ്മൾ വളരെ വേഗം ശ്വസിക്കുന്നു. ദ ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. ദ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ. നമ്മുടെ ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു. വാട്ട് ആക്ടിവിറ്റി ഈസ് ഡൺ ബൈ ദ സ്റ്റൊമക്ക്? Stomach is digesting our food. So the digestion of food slow down. എന്ത് പ്രവർത്തനമാണ് ആമാശയത്തിൽ നടക്കുന്നത്? ആമാശയത്തിൽ ആഹാരത്തിന്റെ ദഹനമാണ് നടക്കുന്നത്. അപ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ ആമാശയത്തിൻ്റെതായ പ്രവർത്തനം, അതായത് ദഹനം, മന്ദീഭവിക്കുന്നു. To face this emergency situation, we need more energy. So the glycogen which is stored in the liver is converted to glucose. അടിയന്തര ഘട്ടത്തെ തരണം ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജം ആവശ്യമാണ്. അതിനാൽ കരളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ കരൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. We have already studied that the wave-like movement of the food is known as peristalsis. Here, during emergency situation, peristalsis in the intestine slows down. ആഹാരത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു. The secretion of glands are called as hormones. During emergency situation, the hormone production increases. ഗ്രന്ഥികൾ, നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളെയാണ് ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത്. അടിയന്തര ഘട്ടത്തിൽ ഹോർമോണിന്റെ ഉൽപാദനം കൂടുന്നു. വാട്ട് അബൌട്ട് അവർ യൂറിനറി ബ്ലാഡർ? യൂറിനറി ബ്ലാഡർ റീഗെയിൻസ് നോർമൽ സ്റ്റേറ്റ്. നമ്മുടെ മൂത്രാശയത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? മൂത്രാശയം പൂർവസ്ഥിതി പ്രാപിക്കുന്നു. ദീസ് ആർ ദ ചേഞ്ചസ് happens to a body during the emergency situation. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ. After some time, our body regains its original state. കുറച്ചു സമയം കഴിയുമ്പോൾ, ഈ അടിയന്തര ഘട്ടം തരണം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരം വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് ആകുന്നു. സോ വാട്ട് വിൽ ബി ദ ചേഞ്ചസ് ടു അവർ ബോഡി? അപ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും? ദ പ്യൂപ്പിൾ ഇൻ ദ ഐ കൺട്രാക്ട്സ്. കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. ദ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. ഉമിനീർ ഉൽപാദനം കൂടുന്നു. ദ ട്രക്കിയ contracts. ശ്വാസനാളം സങ്കോചിക്കുന്നു. The heartbeat becomes normal. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. The gastric activities becomes normal. ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു. Glucose is converted to glycogen. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. The peristalsis in the intestine becomes normal. കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു. The production of hormone decreases. ഹോർമോൺ ഉൽപാദനം കുറയുന്നു. The urinary bladder contracts. മൂത്രാശയം ചുരുങ്ങുന്നു. From this we can understand that the sympathetic system helps to
ഓവർകം ദി എമർജൻസി സിറ്റുവേഷൻ. ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അടിയന്തര ഘട്ടം തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന നാഡീ വ്യവസ്ഥയാണ് സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥ. വി ഹാവ് ടു റീഗെയിൻ അവർ ഒറിജിനൽ സ്റ്റേറ്റ് ആഫ്റ്റർ ഫേസിംഗ് ദി എമർജൻസി സിറ്റുവേഷൻ. ദാറ്റ് നെർവസ് സിസ്റ്റം ഈസ് നോൺ ആസ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അടിയന്തര സാഹചര്യം തരണം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പൂർവസ്ഥിതിയിലേക്ക് വരാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ സാധാരണ നിലയിലേക്ക് വരാൻ സഹായിക്കുന്ന നാഡീ വ്യവസ്ഥയാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പത്തറ്റിക് സിസ്റ്റം and parasympathetic system we can face any emergency situation. നമ്മുടെ ശരീരത്തിലെ സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേർന്ന് പ്രവർത്തിക്കുന്നത് മൂലമാണ് ഏതൊരു അടിയന്തര ഘട്ടത്തെയും തരണം ചെയ്യാൻ നമുക്ക് നമ്മുടെ ശരീരത്തിന് സാധിക്കുന്നത്. Now we can fill the table of page number 19. Organ is given there. We have to write the action of sympathetic system and parasympathetic system. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 19 നൽകിയിട്ടുള്ള പട്ടിക നമുക്ക് പൂർത്തിയാക്കാം. ഫസ്റ്റ് വൺ ഈസ് pupil. Pupil, the action of sympathetic system dilates. Action of parasympathetic system contracts. The next is salivary gland. Production of saliva decreases. Production of saliva increases. The third one is trachea. Trachea expands by the action of sympathetic system and contracts by the action of parasympathetic system. Heartbeat increases, heartbeat becomes normal. Stomach, gastric activities slow down, gastric activities become normal. Next, liver, glycogen is converted to glucose. Glucose is converted to glycogen. The next one is intestine. Peristalsis slows down by the action of sympathetic system and peristalsis becomes normal by the action of parasympathetic system. Urinary bladder regains normal state by the action of parasympathetic system. Urinary bladder contracts. From this we understood that the emergency situation in our body are controlled by the autonomous nervous system, which is a part of peripheral nervous system, and it has two parts, sympathetic system and parasympathetic system. നമ്മുടെ ശരീരത്തിലെ ഒരു അടിയന്തര ഘട്ടത്തെ തരണം ചെയ്യാൻ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുന്നത് സ്വതന്ത്ര നാഡി വ്യവസ്ഥയാണ്. ഇത് പെരിഫറൽ നാഡി വ്യവസ്ഥയുടെ ഭാഗമാണ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേർന്ന് പ്രവർത്തിച്ചാണ് ഒരു അടിയന്തര ഘട്ടം അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യം തരണം ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കുന്നത്. So can you say what is autonomous nervous system? Autonomous nervous system is a part of peripheral nervous system. The activities that takes place beyond the conscious level
are controlled by autonomous nervous system, the sympathetic system and the parasympathetic system together form the autonomous nervous system. എന്താണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ? പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം? The activities that takes place beyond the conscious level are controlled by the autonomous nervous system. എന്താണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ധർമ്മം? ബോധ തലത്തിനു വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്.